വെൽക്കം ടു ന്യൂ വ്ലോഗ് ഹണി ട്രാവലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങളൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ ട്രാവലൊക്കെ തന്നെ പോനെ. അപ്പം നമ്മൾക്ക് ഇന്ന് പോന്നെ ഒരു ട്യൂജിന്റെ അമ്പലത്തിലാ. നമ്മൾക്ക് എന്നാ പോയാലോ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ലെറ്റ്സ് ഗോ. ഹനി പറഞ്ഞ മാതിരി ഞങ്ങളിന്ന് ഒരു ശിവൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ശിവൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ സാധാരണ ശിവൻ്റെ അമ്പലമല്ല, 400 വർഷത്തോളം പഴക്കമുള്ള ശിവൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ താമസ സ്ഥലത്തു നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. റാണിക്ക തലാബ് എന്നും പ്രാചീൻ ശിവമന്ദിർ എന്നും അറിയപ്പെടുന്ന ആ ശിവക്ഷേത്രത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറുമ്പോൾ അമ്പലത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇപ്പം ഇത് പരിസരം മുഴുവൻ കാടാണ്, നല്ല അത്യാവശ്യം നിബിഡവനമാണ്. അപ്പം അതിനകത്ത് മയിലും മാനും അങ്ങനത്തെ വന്യമൃഗങ്ങളും ജീവികളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ദേ അമ്പലത്തിൻ്റെ പരിസരത്ത് എത്തിച്ചേർന്നു. അപ്പോൾ അത്യാവശ്യം വലിയ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. അമ്പലം കണ്ട ശിവതങ്ക്. ലെറ്റ്സ് ഗോ. മയിൽ കരയുന്ന ശബ്ദം 400 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ശിവമന്ദിർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു പ്രാചീനമായ ശിവൻ്റെ അമ്പലമുണ്ട്. അതിൻ്റെ അടുത്ത് റാണിക്ക തലാബ് എന്ന് അറിയപ്പെടുന്ന ഒരു മനുഷ്യനിർമ്മിതമായ കുളമുണ്ട്. പിന്നെ അതിനടുത്ത് തന്നെയായിട്ട് ഗ്യാസി മാത ടെമ്പിളും ഉണ്ട്. ഈ മൂന്നും ചേർന്നിട്ട് പിന്നെ ഗാർഡനും വനമൊക്കെ ചേർന്ന് ഏകദേശം 4 ഏക്കറോളം വിസ്തൃതമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് പട്യാല രാജവംശമാണ് ഇപ്പോഴുള്ള അംബാല കാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഭരിച്ചിരുന്നത്. രാജാ രഞ്ജിത് സിംഗ് ആയിരുന്നു ആ സമയത്തെ പട്യാല രാജവംശത്തിൻ്റെ രാജാവ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ നവഗ്രഹം അമ്പലമാണ് ആദ്യമായിട്ട് കാണാൻ സാധിക്കുക. അതിനുശേഷം 2-3 ഉപദേവതാ ക്ഷേത്രങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തൊഴുതിന് ശേഷമാണ് നമ്മൾ പ്രധാന ശ്രീകോവിലേക്ക് ചെല്ലുന്നത്. അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ റാണിക്ക തലാബ് എന്നറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞ രാജാ രഞ്ജിത് സിംഗ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ റിച്വൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുളം നിർമ്മിക്കുകയും റാണി എല്ലാ ദിവസവും ആ കുളത്തിൽ കുളിച്ചിട്ട് അതിനടുത്തുള്ള ശിവമന്ദിറിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മനുഷ്യനിർമ്മിതമായ ആ കുളത്തിനെയാണ് റാണിക്ക തലാബ് എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ രാജാക്ക തലാബ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കുളമുണ്ട്. അത് ഇതിൻ്റെ കുറച്ച് മാറി ഇപ്പോൾ പട്ടേൽ പാർക്ക് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ആ കുളമുള്ളത്. ഇപ്പം നമ്മൾ പോകുന്നത് പ്രധാന ശ്രീകോവിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഈ അമ്പലത്തിൽ പൂജാരിയില്ല. നമുക്ക് തന്നെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അകത്ത് കയറി അഭിഷേകവും മറ്റു പൂജകളും ഒക്കെ ചെയ്യാം. പക്ഷെ നിങ്ങൾ പൂജ ചെയ്ത ശേഷം അത് പ്രസാദവും ഭോഗിനുള്ള സാധനങ്ങളൊക്കെ ശ്രീകോവിലിൽ വെക്കാണ്ട് പുറത്ത് കൊണ്ടുവന്ന് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അമ്പലത്തിന് പൂജാരി ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ മറ്റ് പുറത്തുനിന്ന് പൂജാരിനെ കൊണ്ടുവന്ന് പൂജ നടത്താനുള്ള അവകാശവും ഇല്ല. 1999 വരെ ഈ അമ്പലം മഹാത്മാ എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ മേൽനോട്ടത്തിലായിരുന്നു. അതിനുശേഷം അത് ഇന്ത്യൻ ആർമിക്ക് കൈമാറി. ഇപ്പോൾ ഈ അമ്പലവും അതുമായിട്ട് ബന്ധപ്പെട്ട പരിസരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 1 ആർട്ടിലറി ബ്രിഗേഡിൻ്റെ ഭാഗമായ 77 ആംഡ് വർക്ക്ഷോപ്പ് എന്നുള്ള ആർമി യൂണിറ്റാണ്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് 77 ആംഡ് വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അമ്പലത്തിൻ്റെ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു രാധാകൃഷ്ണ മന്ദിറുണ്ട് പ്രദക്ഷിണ വഴിയിൽ. പിന്നെ ഒരു ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രമുണ്ട്. ഈ 2 ഉപദേവതാ ക്ഷേത്രങ്ങളാണ് പ്രധാന ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. अंदर घुसो ना, अंदर ऐसे ऐसे अंदर घुसो। अंदर ऐसे करके
ഇനി ഞങ്ങൾ നേരത്തെ പറഞ്ഞ റാണി റോയൽ ബാത്ത് ചെയ്തിരുന്ന റാണി കാ തലാബ് എന്നുള്ള കുളവും അതിൻ്റെ അടുത്ത് തന്നെയുള്ള ദേവി മന്ദിരവും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇവിടെ ഒരു വലിയ ശിവജീൻ്റെ പ്രതിമയുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രതിമേൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 400 വർഷങ്ങൾക്ക് മുമ്പ് പട്യാല രാജവംശത്തിലെ രാജ്ഞി റോയൽ ബാത്തിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന റാണി കാ തലാബ് എന്നുള്ള മനുഷ്യനിർമ്മിതമായ കുളം. അതിൻ്റെ ആർക്കിടെക്ചറൽ ഭംഗിയൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഇത് ഫൗണ്ടെയിനൊക്കെ വെച്ച് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത 26-ാം തീയതി വരുന്ന 26-ാം തീയതി ശിവരാത്രി വരാൻ പോകില്ല. ശിവരാത്രി ഇവിടെ പ്രധാനപ്പെട്ട ആഘോഷമാണ്. അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസും ബാക്കി പ്രവൃത്തികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വിൻ്റർ ആയതുകൊണ്ടാണ്. സ്പ്രിംഗ് സീസണിലൊക്കെ ആണെങ്കിൽ ഈ കുളത്തിൽ നിറയെ താമരയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഭംഗിയാണ്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടിട്ട് ഒരു ഗ്യാസി മാതാ മന്ദിർ എന്ന് പറഞ്ഞിട്ട് ഒരു ദേവി മന്ദിരം കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കാണുന്നതാണ് ദേവീക്ഷേത്രം. ഇനി നമുക്ക് ദേവീക്ഷേത്രത്തിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അരുണദേവൻ്റെ പ്രതിമയുണ്ട്. അതായത് സൂര്യൻ 7 കുതിരകളെ കൂട്ടിയ രഥത്തിൽ വരുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രതിമ. നമുക്ക് അതും കൂടി കണ്ടിട്ട് ദേവി മന്ദിറിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ സൂര്യദേവൻ്റെ പ്രതിമയുടെ അടുത്തെത്തിയിട്ടുണ്ട്. റാണി കാ തലാബിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കുളവും കൂടിയുണ്ട്. ആ കുളത്തിന് അഭിമുഖമായി നിൽക്കുന്ന മാതിരിയാണ് സൂര്യദേവൻ്റെ പ്രതിമ ഇരിക്കുന്നത്. വെള്ളത്തിറങ്ങുന്ന സ്ഥലമുണ്ടോ? പക്ഷെ അഴുക്ക് വെള്ളം തോന്നുന്നു. ഇനി പായലൊക്കെയാ. ഇനി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വരാം. അപ്പം നല്ല ക്ലീൻ ആവൂട്ടാ. ഓക്കെ ഓക്കെ മാ. ഇനി നമുക്ക് ഇവിടുത്തെ അമ്പലത്തിൽ പോവാം. ജിറാഫ്. ജിറാഫിൻ്റെ മുകളിലൊക്കെ ശിവരാത്രി ആകുമ്പോഴത്തേക്കും ലൈറ്റ് വരുമായിരിക്കും. ഇതാണ് ഗ്യാസി മാതാ മന്ദിർ എന്ന് പറയുന്നത്. ഇവിടെയും കുറച്ച് ഉപദേവതാ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് ആദ്യത്തേത് സങ്കട് മോചൻ ഹനുമാൻ ക്ഷേത്രമാണ്. ഇത് ഷിർദി സായിബാബയുടെ ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളിലും ഷിർദി സായിബാബയ്ക്കും കൂടി ഒരു സ്ഥാനം ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇത് കാട്ടു ശ്യാം മന്ദിറാണ്. അതായത് ശ്രീകൃഷ്ണൻ്റെ തന്നെ മറ്റൊരു രൂപമാണ്. ആക്ച്വലി നമ്മൾ നാട്ടിലൊന്നും കാണാത്ത ഒരു കൃഷ്ണനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക, താടിയൊക്കെ വെച്ചിട്ട്. പക്ഷേ ഈ രൂപത്തിൽ ഇവിടെ കൃഷ്ണനെ ധാരാളമായിട്ട് ആരാധിക്കുന്നുണ്ട്, കാട്ടു ശ്യാം എന്നുള്ള പേരിൽ. ഇത് സന്തോഷി മാതായുടെ അമ്പലമാണ്. അപ്പോൾ പാർവതി ദേവിയുടെ തന്നെ മറ്റൊരു അവതാരമാണിത്. അപ്പോൾ ഞങ്ങൾ ഗ്യാസി മാതയുടെ പ്രധാന ശ്രീകോവിലിന് മുമ്പിലെത്തി. ഇത് കാളരാത്രി മാത എന്നുള്ള ദേവിയുടെ അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ അതും കൂടി പ്രദക്ഷിണം ചെയ്തിട്ട് പ്രധാന ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി പോവാണേ. പ്രധാന ശ്രീകോവിലിന് ചുറ്റും ഇതേപോലെ ദേവിയുടെ ഓരോരോ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്, ഓരോ പേരിൽ അറിയപ്പെടുന്നത്. ഇത് നോക്കൂ, നമ്മൾ നവരാത്രിക്ക് ദേവിനെ വിവിധ രൂപങ്ങളിൽ ആരാധിക്കില്ലേ, അങ്ങനെ ആരാധിക്കുന്ന ഓരോ രൂപവും ഇത് പ്രധാന ശ്രീകോവിലിൻ്റെ ചുറ്റും ഇതേപോലെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഞങ്ങൾ തിരിച്ചു പോവാണേ. ഹനി അതൊക്കെ അവർ പെയിൻറ് ചെയ്താണ് ഹനി ഇപ്പോൾ അങ്കിള് വരുന്നതുകൊണ്ടേ. ഉണങ്ങിയോ? നടക്ക് വഴക്ക് പറയല്ലടാ പാവട. ഇനി നമ്മൾ അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു വൃന്ദാവൻ ഗാർഡനും രാധാകൃഷ്ണ മന്ദിറും ഉണ്ട്. നമുക്ക് അതും കൂടി കണ്ടിട്ട് പോവാം.
ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ വൃന്ദാവൻ ഗാർഡനിൽ പൂക്കളൊക്കെ കുറച്ച് കുറവാണ്. പക്ഷേ ഇനിയിപ്പോൾ വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങുമ്പോഴത്തേക്കും നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഗായ്സ് അങ്ങനെ നമ്മൾ തൊഴുത് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാം. ഇവിടെ അമ്പലത്തിൻ്റെ ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 4 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ. പിന്നെ അമ്പലത്തിനെക്കുറിച്ചുള്ള ചെറിയ വിവരണവും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഫെബ്രുവരി 26-ന് ശിവരാത്രിയാണല്ലോ. അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പരിപാടികളുടെയും അന്നദാനത്തിൻ്റെയും വിശാൽ ഭണ്ഡാര എന്ന് പറഞ്ഞാൽ മഹാ അന്നദാനമാണ്. അന്നദാനത്തിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഇവിടെ ഒരു ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ നാച്ചുറൽ ട്രെയിൽ എന്ന് പറയുന്നത് റാണിക്ക തലാബുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നേച്ചർ പാർക്കാണ്. അപ്പോൾ രാത്രി ആയത് കാരണം ഞങ്ങൾ അതിൻ്റെ അകത്തൊന്നും കയറിയില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് മയിലിൻ്റെ ശബ്ദമൊക്കെ കേൾക്കായിരുന്നു. അപ്പോൾ ഏതൊക്കെ ജീവികളൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മാൻ, ബ്ലൂ ബുള്ള്, മയിൽ, പിഗ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മോന്ത് ഇതേ ഒരു സാധനത്തിന് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് വിളിച്ചു. അതെന്ത് സാധനം നമുക്കിപ്പോൾ കാണാം കേട്ടോ. അല്ല മുള്ളം പന്നി ഹനി ഇതേതാ? പെർപ്പിക്യൂൻ. അത് പെർപ്പിക്യൂൻ. ഇവിടെ സാർ കുറേ ഉണ്ടല്ലോ. ആദ്യമായിട്ടല്ലേ കാണുന്നത്? 3 എണ്ണം. അച്ഛനും അമ്മയും കുഞ്ഞും തോന്നുന്നു. ഞാൻ വിചാരിച്ച മുള്ളമ്പന്നി നമ്മളിപ്പം കുത്തുന്ന എന്നിട്ട് എനിക്ക് പേടിയായി. പറ്റി മുള്ളമ്പന്നി ഓടിപ്പോയി ഇങ്ങനെ എന്താ മത്ത താഴ്ത്തി ഒഴുകുന്നൊക്കെണ്ടായി. എന്നാൽ നമുക്ക് വീട്ടിൽ പോവാം. അച്ഛൻ കൊണ്ട് ഞാൻ എപ്പോഴും പുറകിലായിരിക്കുന്നത്. സ്ഥിരം